നോട്ട് മാറ്റത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ഇന്ന് പാർലമെന്റിൽ സംസാരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്ക് വെറുതെയായി. മോദി പാർലമെന്റിലെത്തിയില്ല. നോട്ട് പ്രതിസന്ധിയെക്കുറിച്ച് വോട്ടിനിട്ട് ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം ലോക്സഭാ സ്പീക്കർ തള്ളി. അതേസമയം രാഷ്ട്രപതിയുടെ അംഗീകാരമില്ലാതെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആദായനികുതി ഭേദഗതി ബിൽ ചർച്ച കൂടാതെ ലോക്സഭ പാസാക്കി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും നേരത്തെ പിരിഞ്ഞു. കള്ളപ്പണം പിടികൂടിയാൽ 85% പിഴയും വെളിപ്പെടുത്തിയാൽ 50% പിഴയും ഏർപ്പെടുത്തുന്ന ആദായനികുതി ഭേദഗതി ബില്ലാണ് ചട്ടങ്ങൾ മറികടന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ കൊണ്ടുവന്നത്. നോട്ട് പ്രതിസന്ധിയിൽ ഇതും ഉൾപ്പെടുത്തി വിശദ ചർച്ചയ്ക്ക് ശേഷം പാസാക്കാമെന്ന പ്രതിപക്ഷ നിലപാട് തള്ളിയ കേന്ദ്ര സർക്കാർ ചർച്ച കൂടാതെ ശബ്ദ വോട്ടോടെ ബിൽ പാസാക്കി. സഭയിൽ കൊണ്ടുവരും മുമ്പ് രാഷ്ട്രപതിയുടെ അംഗീകാരം വേണമെന്ന ചട്ടവും മറികടന്ന് ധനബില്ലായാണ് ഭേദഗതി അവതരിപ്പിച്ചത്. ധനബില്ലായതിനാൽ രാജ്യസഭയുടെ അംഗീകാരം വേണ്ടതില്ല. 14 ദിവസത്തിനുള്ളിൽ ബിൽ നിയമമാകും. പാർലമെന്റിന്റെ ചരിത്രത്തിൽ അപൂർവമായാണ് ഇത്തരം നിർണായകമായ ബിൽ ചർച്ച കൂടാതെ പാസ്സാകുന്നത്. നോട്ടുമാറ്റവും അതിനെ തുടർന്നുള്ള പ്രതിസന്ധിയെക്കുറിച്ചും ലോക്സഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കുമെന്ന് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. പക്ഷേ മോദി ഇന്ന് ലോക്സഭയിൽ എത്തിയതുപോലുമില്ല. വിഷയത്തിൽ വോട്ടിനിട്ട് ചർച്ച വേണമെന്ന ആവശ്യം ലോക്സഭാ സ്പീക്കർ തള്ളി. ഇതേ തുടർന്നുള്ള പ്രതിഷേധത്തിൽ നിരവധി തവണ നിർത്തിവെച്ച ലോക്സഭ ഉച്ചയ്ക്ക് ശേഷം പിരിഞ്ഞു. പ്രധാനമന്ത്രി എത്താതെ നോട്ട് പ്രതിസന്ധിയെക്കുറിച്ചുള്ള ചർച്ചയില്ലെന്ന നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിന്നതോടെ രാജ്യസഭയും നേരത്തെ പിരിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് അടുത്ത മാസം മുതൽ ശമ്പളം താളം തെറ്റുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. നികുതി വരവിൽ വൻ ഇടിവുണ്ടാകുമെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. സർക്കാരിന്റെ സമ്പദ് സ്ഥിതി മോശം. ഈ മാസത്തെ ശമ്പളത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ സർക്കാരിന് വരുമാനം ഉണ്ടെങ്കിലേ സർക്കാരിന് പണം ചെലവാക്കാൻ പറ്റത്തുള്ളൂ. വരുമാനത്തിലെ ഗണ്യമായിട്ടുള്ള ഇടിവാണ് പ്രതീക്ഷിക്കുന്നത്. ലോട്ടറി വരുമാനം 0ആണ്. ലാൻഡ് രജിസ്ട്രേഷൻ ഏതാണ്ട് ഒരു പകുതിയിൽ താഴെയായിട്ട് ചുരുങ്ങും. മോട്ടോർ വെഹിക്കിൾസ് ടാക്സിൽ 50% കുറവുണ്ട്. വാറ്റ് എത്രയാണെന്ന് വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 30% ആവും നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ. അങ്ങനെ വളരെ ഗണ്യമായിട്ട് സർക്കാരിന്റെ വരുമാനം ഈ ഡിസംബർ മാസത്തിൽ കുറയാൻ പോവുകയാണ്. അധികാരത്തിലേറി 2.5 വർഷത്തിനിടെ മോദി സർക്കാർ പരസ്യങ്ങൾക്കായി ചെലവഴിച്ചത് 1100 കോടി രൂപയെന്ന് വിവരാവകാശ രേഖകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമാക്കിയുള്ളതായിരുന്നു പരസ്യങ്ങളെല്ലാം. ഇന്ത്യയുടെ ചൊവ്വാ ദൌത്യമായ മംഗൾയാൻ പദ്ധതിക്കായി ചെലവഴിച്ചതിന്റെ 2 ഇരട്ടിയോളം ചെലവിട്ടാണ് ഈ പരസ്യധൂർത്ത്. നരേന്ദ്രമോദിയുടെയും സർക്കാരിന്റെയും മഹത്വം പാടാൻ 1100 കോടി രൂപ സർക്കാർ പുതിയ നോട്ടുകളിൽ വരെ പച്ചകുത്തി കാണിക്കുന്ന ബഹിരാകാശ നേട്ടം മംഗൾയാന് ചെലവായത് വെറും 450 കോടി രൂപ. അതായത് മോദി സ്വന്തം പബ്ലിസിറ്റിക്കായി ചെലവാക്കിയ തുക കൊണ്ട് വേണമെങ്കിൽ 2 മംഗൾയാൻ കൂടി ചൊവ്വയിലേക്ക് അയക്കുക മാത്രമല്ല, ഒരു മംഗൾയാൻ പകുതിയാക്കി വെക്കുകയും ചെയ്യാമെന്നർത്ഥം. രാംവീർ സിംഗ് എന്ന വിവരാവകാശ പ്രവർത്തകൻ നൽകിയ അപേക്ഷയിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൽ നിന്നാണ് രാജ്യം വൻ സാമ്പത്തിക പ്രതിസന്ധിയിലായ കാലത്തെ ഈ പരസ്യധൂർത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭ്യമായത്. 2014 ജൂൺ 1 മുതൽ 2016 ഓഗസ്റ്റ് 31 വരെയുള്ള കണക്കുകളാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കണക്കുകൾ പ്രകാരം ഒരു ദിവസത്തെ മോദി സർക്കാരിന്റെ പരസ്യച്ചെലവ് ഏകദേശം 1,40 ലക്ഷം രൂപയാണെന്നർത്ഥം. ഇലക്ട്രോണിക് മീഡിയയിൽ പ്രത്യേകിച്ച് ടെലിവിഷൻ, റേഡിയോ, ഇന്റർനെറ്റ്, സിനിമ, SMS എന്നിവ വഴിയുള്ള പരസ്യച്ചെലവ് മാത്രമാണിത്. പത്രപരസ്യങ്ങൾ, പോസ്റ്ററുകൾ, ഹോർഡിങ്ങുകൾ, ബുക്ക്ലെറ്റുകൾ എന്നിവയൊന്നും ഈ ചെലവിൽ വരുന്നേയില്ല. അതിന്റെ കണക്ക് കൂടി ലഭിച്ചാൽ എത്ര മംഗൾയാൻ വിടാനുള്ള തുകയാവും മോദിയുടെ ഈ മഹത്വഘോഷണത്തിന് ചെലവിട്ടതെന്ന് ഊഹിക്കാനുമാവില്ല. ന്യൂസ് ഡെസ്ക്. മോദി ഹിറ്റ്ലറുടെ വഴിയിലെന്ന് ചരിത്രകാരൻ MGS. ജനാധിപത്യത്തിൽ നിന്ന് സ്വേച്ഛാധിപത്യത്തിലേക്ക് വഴിയുണ്ട്. അങ്ങനെ വഴിതെളിച്ചയാളാണ് ഹിറ്റ്ലർ എന്നും മോദി സർക്കാരിന്റെ പ്രയാണം ആ വഴിക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും MGS പറഞ്ഞു. ഒരു വാരികയ്ക്ക് നൽകിയ ലേഖനത്തിലാണ് MGSന്റെ പ്രതികരണം. ജനാധിപത്യത്തിലൂടെ സ്വേച്ഛാധിപത്യത്തിലേക്ക് ഒരു വഴിയുണ്ട് എന്ന് ഹിറ്റ്ലർ തെളിയിച്ചിട്ടുണ്ട്. ആ നാസി ജർമ്മൻ ചരിത്രത്തിൽ നിന്ന് ഒരു പാഠം പഠിക്കാൻ ഇന്ത്യ ഒരുങ്ങേണ്ടതാണ്. ഏറെ ജനപ്രിയമായ വിജയകരമായ പദ്ധതികളിലൂടെയുള്ള മോദി സർക്കാരിന്റെ പ്രയാണം ആ വഴിക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് MGSന്റെ ലേഖനം ആരംഭിക്കുന്നത്. മോദിയുടെ മാർഗത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഇല്ലാതായി കഴിഞ്ഞു. മാർക്സിസ്റ്റുകൾ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഒരു ചെറിയ തലവേദന മാത്രമായി. ഈ ഘടകങ്ങളെല്ലാം ഫാഷിസത്തിന്റെ അരങ്ങേറ്റത്തിന് പശ്ചാത്തലമൊരുക്കുന്നുവെന്നും MGS നിരീക്ഷിക്കുന്നു. മോഡിക്ക് ആയുരാരോഗ്യങ്ങൾ കൂടി ഉണ്ടാവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ തന്നെ സ്വേച്ഛാധിപത്യ ഭരണം സൃഷ്ടിക്കുവാൻ സാധിക്കും. ഇപ്പോൾ മോഡി ഫാഷിസ്റ്റാണെന്ന് പറഞ്ഞുകൂടെങ്കിലും ഇനി വരുന്ന വർഷങ്ങൾ ഫാഷിസ്റ്റ് ഭരണത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു.
ഹിറ്റ്ലറുടെ ജർമ്മൻ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാൻ ഇന്ത്യൻ സമൂഹം തയ്യാറാവുകയാണെങ്കിൽ ജനങ്ങളുടെ തീവ്രമായ രാഷ്ട്രീയ ബോധവൽക്കരണം മാത്രമാണ് അപകടം ഒഴിവാക്കാൻ ഇടയുള്ളത്. ഈ ബോധവൽക്കരണം എത്ര വൈകുന്നുവോ അത്രയും വേഗം രക്ഷാകവാടങ്ങൾ അടഞ്ഞ് അന്ധകാര യുഗത്തിന്റെ ആവരണം അടുത്തെത്തുക തന്നെ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തലോടെയാണ് ലേഖനം അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ചുരിദാർ ധരിച്ച് പ്രവേശിക്കാൻ അനുമതി. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ.എൻ. സതീഷ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. ക്ഷേത്രം തന്ത്രിക്കും രാജകുടുംബത്തിനും തീരുമാനത്തിൽ അതൃപ്തിയുണ്ട്. അഭിഭാഷകയായ റിയ രാജീവ് ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ തീരുമാനമെടുത്തത്. പ്രവേശിക്കുന്നതിന് അനുമതി. ജമ്മുവിൽ നഗ്രോദയിൽ ഭീകരാക്രമണത്തിൽ 7 സൈനികർ മരിച്ചു. കൊല്ലപ്പെട്ടവരിൽ 2 ഓഫീസർമാരും 3 ഭീകരരും ഉൾപ്പെട്ടതായി സൈനിക വക്താവ് അറിയിച്ചു. റിയാദിൽ വിസ തട്ടിപ്പിനിരയായ 7 മലയാളി യുവതികൾ ദുരിതത്തിൽ. 3 മാസമായി ശമ്പളവും ആനുകൂല്യങ്ങളും കിട്ടാത്ത ഇവർ പട്ടിണിയിലാണ്. ഉയർന്ന ശമ്പളവും മറ്റും വാഗ്ദാനം ചെയ്താണ് ഇവരെ കേരളത്തിൽ നിന്നുള്ള ട്രാവൽസ് മുഖേനയും ഏജന്റുമാർ മുഖേനയും റിയാദിലെത്തിച്ചത്. അതേസമയം ഇവരെ സഹായിക്കാൻ അടിയന്തര നടപടി കൈക്കൊള്ളുമെന്ന് നോർക്ക വ്യക്തമാക്കി. നിലമ്പൂർ കരുളായിൽ പോലീസ് വെടിവെപ്പിൽ മരിച്ച മാവോയിസ്റ്റുകളുടെ മൃതദേഹം 7 ദിവസം കൂടി സൂക്ഷിക്കണമെന്ന് കോടതി. ബന്ധുക്കളുടെ ഹർജി പരിഗണിച്ചാണ് മഞ്ചേരി ജില്ലാ സെഷൻസ് ജഡ്ജി ഉത്തരവിട്ടത്. കുപ്പു ദേവരാജിന്റെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ കോടതിയിൽ വീണ്ടും ഹർജി സമർപ്പിച്ചു. വെടിവെപ്പിൽ കൊല്ലപ്പെട്ട കുപ്പു ദേവരാജിന്റെ സഹോദരൻ ശ്രീധരൻ നൽകിയ ഹർജിയിലാണ് കോടതി വിധി പറഞ്ഞത്. ഡിസംബർ 5 വരെ മൃതദേഹം സംസ്കരിക്കുന്നത് തടഞ്ഞ കോടതി ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേസ് വിവരങ്ങളും കൈമാറാൻ നിർദ്ദേശിച്ചു. വ്യാജ ഏറ്റുമുട്ടലിലാണ് കുപ്പു ദേവരാജ് കൊല്ലപ്പെട്ടതെന്നും മൃതദേഹം സംസ്കരിച്ചാൽ തെളിവ് നഷ്ടപ്പെടാൻ ഇടയാകുമെന്നുമായിരുന്നു ഹർജിക്കാരനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പി.എ. പൌരന്റെ വാദം. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ മജിസ്ട്രേറ്റ് തന്നെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന്റെ സാങ്കത്യവും ഹർജിക്കാർ കോടതിയിൽ ചോദ്യം ചെയ്തു. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെയും ബന്ധുക്കളുടെയും ആവശ്യം. സിപിഐ മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പു ദേവരാജും തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി അംഗം അജിതയുമാണ് വെടിവെപ്പിൽ മരിച്ചത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വർഗീയതയ്ക്കെതിരെ തൊഴിലാളി വർഗ പ്രതിരോധം എന്ന വിഷയത്തിൽ ഒഡീഷയിൽ പുരിയിൽ ചേരുന്ന CITU അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രത്യേക ചർച്ച നടന്നു. സാമൂഹ്യ മാറ്റത്തിന് തൊഴിലാളി കർഷക ഐക്യം, പുത്തൻ സാമ്പത്തിക നയങ്ങളുടെ സ്വാധീനം എന്നീ വിഷയങ്ങളും സമ്മേളനം പരിശോധിക്കും. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന 2000 പ്രതിനിധികൾ 3 കമ്മീഷനുകളായി തിരിഞ്ഞാണ് നിർണായക വിഷയങ്ങൾ പരിശോധിക്കുന്നത്. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന വർഗീയ ധ്രുവീകരണം തൊഴിലാളി ഐക്യത്തിൽ വിള്ളലുണ്ടാക്കാനുള്ള ആയുധമാക്കുന്നു എന്നാണ് സമ്മേളനത്തിന്റെ വിലയിരുത്തൽ. വർഗീയതയെ തൊഴിലാളി ഐക്യത്തിലൂടെ ചെറുത്തു തോൽപ്പിക്കുകയാണ് CITUവിന്റെ മുന്നിലുള്ള പ്രധാന ചുമതലയെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ പറഞ്ഞു. രണ്ടാമത്തെ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നത്തെ വർഗീയത, വളർന്നു വരുന്ന വർഗീയതയെ പ്രതിരോധിക്കാൻ തൊഴിലാളികളെ എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് രണ്ടാമത്തേത്. രാജ്യത്ത് നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കി തുടങ്ങിയതിനു ശേഷം തൊഴിൽ മേഖലയിൽ സംഭവിച്ച മാറ്റങ്ങളാണ് കമ്മീഷൻ ചർച്ചാവിധേയമാക്കിയ മറ്റൊരു വിഷയം. നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ തൊഴിൽ മേഖലയിലെ ചൂഷണം വർദ്ധിപ്പിച്ചു എന്നാണ് വിലയിരുത്തൽ. നിലവിലെ വെല്ലുവിളികളെ നേരിടാൻ തൊഴിലാളി കർഷക ഐക്യം ശക്തിപ്പെടുത്തുന്നതിനും മുൻഗണന നൽകും. വർഗീയതയ്ക്കെതിരെ വർഗ ഐക്യം എന്നതാണ് 15ാം അഖിലേന്ത്യാ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രധാന മുദ്രാവാക്യം. വർഗീയ ധ്രുവീകരണത്തിനെതിരെ പ്രതിരോധ മതിൽ തീർക്കുക എന്ന കടമയാണ് തൊഴിലാളികൾ ഏറ്റെടുക്കുന്നത്. സമ്മേളന നഗരിയിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M. സന്തോഷ്.